അള്ളാഹുവിനെ നമ്മളമ്മാനി അള്ളാഹു തആല സ്വർഗത്തിൽ നിന്ന് പഠിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിന് ഹവ്വാ ബിയെ വിവാഹം ചെയ്യണമെന്നുണ്ടായി. ആ സന്ദർഭത്തിൽ മലക്കുകൾ പറഞ്ഞു, മഹറില്ലാതെ വിവാഹം നടക്കൂല, അതുകൊണ്ട് മഹർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാക്ക് മഹർ കൊടുത്തത് ആദം നബിയുടെ സന്താന പരമ്പരയിൽ വരുന്ന ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയായിരുന്നു. ആദം നബി മരിക്കണേന്റെ സമയത്ത് 1,00,000 പേരെ കുട്ടികളുണ്ടായിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാം വഫാത്താവാനായപ്പോഴേക്ക് മഹാനവറുകൾക്ക് 1,00,000 പേരെ കുട്ടികളുണ്ടായി എന്നതാണ് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ വിജയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തായിരുന്നു മഹർ എന്നതാണ് അവരുടെ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആദ്യമായി ഇണചേർന്നത് ഭൂമിയിൽ വന്നതിന് ശേഷം ദുൽഹിജ്ജ 9 അറഫയിലായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇണചേരൽ പഠിപ്പിച്ചതിന്റെ ശേഷമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ദുൽഹിജ്ജ 9 അറഫ ദിവസം എന്ന് പറയുന്നത്. അറഫ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ഭൂമിയിൽ വന്നതിന് ശേഷം അവിടുന്നാണ് കണ്ടുമുട്ടിയത് എന്നതാണ് അറഫന്റെ പ്രത്യേകത. ദുൽഹിജ്ജ 8 ആ സ്ഥലം ആടിനെ നോക്കാൻ പറ്റിയ സ്ഥലമാണ്. ദുൽഹിജ്ജ 11 ആ സ്ഥലം ഒട്ടകത്ത് നോക്കാൻ പറ്റിയ സ്ഥലമാണ്. ദുൽഹിജ്ജ 9 ഉച്ചയ്ക്ക് ശേഷം അവിടെ ദ്വാരനാൽ ഇജാബത്തുള്ള സ്ഥലമാണ്. എന്തേ പ്രത്യേകത? നബിതങ്ങളുടെ മേൽ മഹറായിട്ട് സ്വലാത്ത് ചൊല്ലി മഹർ കൊടുത്ത ആദം വല്ലിപ്പ എന്ന പുതിയാപ്പിളയും ഹവ്വാ വല്ലിമ്മ എന്ന പുതിയണ്ണും കൂടിയും ഭൂമിയിൽ വന്നാദ്യമായി കണ്ടുമുട്ടുകയും അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ഇണചേരാൻ പഠിപ്പിക്കുകയും ചെയ്ത സ്ഥലമാണ് അറഫ എന്നതാണ് അറഫയുടെ പ്രത്യേകത. കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ എന്ന് മാത്രമല്ല, ബിസിനസ് വിജയിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ്, ആഫിയത്ത് ഉണ്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കുട്ടികൾ നന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സ്ഥാപനം വിജയിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് സംഗതി വിജയിക്കണമെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അത് വിജയിക്കുക, അല്ലേ പരാജയപ്പെടും. മുഅ്മിനിന്റെ വിജയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാരായി അറിയപ്പെടുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. മുഅ്മിനീങ്ങളുടെ വാപ്പയായി അറിയപ്പെടുന്ന ഒരാളാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. കാരണം നബിതങ്ങൾ ഇബ്രാഹിം നബിനെ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്. മില്ലത അബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ അന ഫീ മില്ലതി അബി ഇബ്രാഹിം. ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിം നബിന്റെ മാർഗത്തിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ വാപ്പ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബിനെ കുറിച്ചാണ്. മുഅ്മിനീങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ്. ആയിഷത്തും വ ഹഫ്സത്തും വ സൗദ സഫിയത്തും മൈമുനത്തും വ റംല ഹിന്ദും വ സൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. മുഅ്മിനീങ്ങളുടെ ഉമ്മമാരായി അറിയപ്പെടുന്ന ആൾക്കാർ. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് ഞമ്മക്ക് 9 ഉമ്മമാര് ഹയാത്തിലുണ്ട്. നബിതങ്ങൾ 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. നബിതങ്ങൾക്ക് എല്ലാ കുട്ടികളും ഉണ്ടായത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയിലാണ്. ഇബ്രാഹിം എന്ന ഒരു ആൺകുട്ടി മാത്രം മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിലുണ്ടായി. ബാക്കിയുള്ള എല്ലാ ഭാര്യമാരിലും മക്കളുണ്ടായില്ല. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയാണ് ആദ്യം വിവാഹം കഴിച്ചത്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം വീട്ടിലെന്തേലും പ്രധാനപ്പെട്ട സൽക്കാരങ്ങളോ ഒരാടിനറുക്കേ ഒരു കോയിനറുക്കേ ഒക്കെ ചെയ്താൽ അതിൻ്റെ നല്ലൊരു കുറകെടുത്തിട്ട് നബിതങ്ങൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഖദീജ ബിവിൻ്റെ കൂട്ടുകാരികൾക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തേക്കും. ഒരു ദിവസം ഇത് വല്ലാതെ ഓവറായ പോലീസ് ആയിഷ ബിവി ചോദിച്ചു, നബിയെ നിങ്ങളിങ്ങനെ എപ്പോഴും ഖദീജ ഖദീജ ഖദീജാന്റെ കൂട്ടുകാരികൾ ഖദീജക്ക് വേണ്ടപ്പെട്ടവര് എന്നൊക്കെ പറയലുണ്ടല്ലോ. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായിരുന്ന ഖൗല ബിവി റളിയല്ലാഹു അൻഹയാണ്
നബി തങ്ങൾക്ക് രണ്ടാമത്തെ വിവാഹം ഉണ്ടാക്കിയത്. അങ്ങനെ നബി തങ്ങൾ എപ്പോഴും ഖദീജ ബിയുടെ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇതിങ്ങനെ കണ്ടപ്പോൾ അതൊരു തള്ളയായിരുന്നില്ല നബിയെ എന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹ ചോദിച്ചു. ഖദീജയേക്കാൾ ഖൈറായ ധാരാളം ഭാര്യമാർ നിങ്ങൾക്ക് വേറെയും ഉണ്ടായിട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു,